peeps, welcome back to Rags Unfolded. So, ഇന്നും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ അമ്മ, അതായത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പേ ഇന്നൊരു ചെറിയൊരു സംഭവം ഉണ്ടായി. ഇപ്പം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ഇരിക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേറ്റു ഗൈസ്. എന്നിട്ട് ഞാൻ സൺറൈസ് കാണാൻ പോയി, ഞാനും വലിയച്ഛനും കൂടെ. സോ അതിൻ്റെ കുറച്ച് 2-3 ഷോർട്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അത് പോയി കണ്ടിട്ട് വരും. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത്. ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ലോണം സ്പീഡിലാണ് പോയത്. പക്ഷേ സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. ഞാൻ ടൈം ലാപ്സിലാണ് വീഡിയോ എടുത്തത്. ആക്ച്വലി എനിക്ക് തീരെ ക്ഷമയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തോട്ടേക്ക് വരുന്നത് കാണാം. അപ്പോൾ ഫുൾ അതിന് ശേഷം നല്ലോണം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നേരത്തെ ട്യൂഷനൊക്കെ പോകാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇതുവഴിയെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. നമുക്ക് വേഗം പുറപ്പെട്ട് ട്യൂഷൻ ക്ലാസ്സിൽ എത്തണം എന്നുള്ളൊരു മൈൻഡായിരിക്കും അല്ലേ. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയപ്പം ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ സൺറൈസ് കാണുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ വന്നിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, സൺറൈസ് കണ്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ നല്ലോണം എടുത്തു. പിന്നെ നമ്മുടെ പുതിയ പാലം അവിടെ പണിതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. എല്ലാം വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടിയാണ്. പിന്നെ ഞങ്ങൾ നല്ല ചായയൊക്കെ കുടിച്ചിട്ടോ. പല്ലൊന്നും തേച്ചിട്ടില്ല, അങ്ങനെ പല്ല് എഴുന്നേറ്റ് അങ്ങനെ പോയതാണ് സൺറൈസ് കാണാൻ. അങ്ങനെ തിരിച്ച് വന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ട പോലെ തന്നെ അമ്മമ്മയുടെ വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിയിട്ട് അവിടെ അടുത്ത് തന്നെ അമ്മമ്മയുടെ, അതായത് അച്ചാച്ചൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട്. അവരും അവരുടെ മക്കളുടെ വീട്ടിലൊക്കെ പോയി. ഇതൊക്കെ എൻ്റെ മാമന് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് അവരെല്ലാവരും, മ്യൂസീഷ്യൻസാണ്. സോ അവിടെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മാമന് കിട്ടിയ ട്രോഫി. പിന്നെ ഇത് അവരുടെ മക്കളും പിന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസും പിന്നെ അതേപോലെ തന്നെ ട്രോഫിയും അനുമോദനങ്ങളും ഒക്കെ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ അമ്മമാർ പറയണ്ടല്ലോ, എവിടെ ചെടിയുണ്ടോ അവിടെ അമ്മമാരുണ്ടാവും. അതുകൊണ്ട് മാമൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മമാർ വേഗം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ചെടിയിലങ്ങ് കാണേണ്ടതിലായിപ്പോയി. ഇപ്പം ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി, അതായത് അമ്മയുടെ അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോഴും അവിടെയും ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. ഇത് അവിടെ വേറൊരു മാമൻ്റെ മോൾ ചെയ്തതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. കാരണം ഒരുപാട് കാലമായി അവരെല്ലാം കണ്ടിച്ച്. സോ വീടും ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ തന്നെ പിന്നെ ചായ കുടിച്ചപ്പോൾ ഞങ്ങൾ മെല്ലെ അമ്മമ്മയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് കേട്ടോ പ്രയാഗ്. ആക്ച്വലി ഞാൻ മെയിനായിട്ടില്ല, ഞാൻ കൂടി കളിക്കാനായിട്ടാണ് വന്നത്. പ്രയാഗ് മാത്രമല്ല, വേറെ കുറേ കുട്ടികളുണ്ട്. അമ്മു, അമ്പാടി, പിന്നെ ആമി, ഇവരൊക്കെ കാണാനാണ് മെയിനായിട്ട് ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോകുന്നത്. അമ്മമ്മയുടെ അനിയത്തിമാരുടെ മക്കളാണ് ഇവരൊക്കെ. സോ ആമീൻ്റെ കൂടി ബൈ ബൈ പറഞ്ഞിട്ട് വേറൊരു അനിയത്തിൻ്റെ വീട്ടിൽ പോയി അമ്മമ്മയുടെ. അവിടെ ഞങ്ങൾ ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ടോ. അപ്പം ഇന്ന് ഇത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ഞാൻ കാറിൽ നല്ലോണം ഉറങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഭയങ്കര ടയർഡാണ് ഞാൻ. ചായയെല്ലാം കുടിച്ചൊന്ന് വിശ്രമിക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.